വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് SCERT 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള പരിശ്രം എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗാന്ധിജിക്ക് നമക് കഥ, അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് ഗാന്ധിജിക്ക് നമക് കഥ എന്നാണ്. ഗാന്ധിജിയുടെ ഉപ്പ് കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹിസ്റ്ററിയിലൊക്കെ. ഗാന്ധിജി എന്താണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കഥയെ പറ്റിയിട്ടുള്ള ഒരു കഹാനി, നമ്മൾ ഇവിടെ പ്രോക്തി കഹാനിയാണ് കേട്ടോ. ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കഥ എഴുതിയിട്ടുള്ളത് ഉദയൻ വാജ്പേയിയാണ്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കിടക്കാം. एक राजा के 3 बेटियां थी. ഒരു രാജാവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. ബേഠിയാം എന്ന് പറഞ്ഞാൽ പെൺമക്കൾ കേട്ടോ. അപ്പോൾ ഒരു രാജാവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. തും ചാഹോ തോ ഉസ് രാജാ की 4 बेटियां भी हो सकती है इसी कहानी में. എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഥയിൽ എന്താണ് ആ രാജാവിന് 4 പെൺമക്കളും ആകാമെന്ന് കരുതാം. ഓക്കെ എന്ന് ആര് പറയുകയാണ്? ലേഖകൻ പറയുകയാണ്. രാജാനെ ഉൻസെ പൂച്ചാ കി വേ ഉന്നേം കിത്തനാ പ്യാർ കർത്തി ഹെ. രാജാവ് ആ പെൺമക്കളോട് ചോദിക്കുവാണ് എന്താണ് അവരെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പഹലി നെ കഹാ മാം തുമേം ഉത്തനാ സാരാ പ്യാർ കർത്തി ഹൂം ജിത്തനാ ബഡാ സൂരജ് ഹെ. അപ്പോൾ പഹലീനെ കഹ, അതായത് മൂത്ത മകൾ പറയുവാണ് എന്താണ്, വലിയ സൂര്യൻ ഉണ്ടല്ലോ, ആ വലിയ സൂര്യൻ്റെ വലിപ്പം എത്രയാണോ, സൂര്യൻ എത്ര വലുതാണോ അത്രയും സ്നേഹം എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഉണ്ട് എന്ന് ആര് പറയുകയാണ്? മൂത്ത മകൾ പറയുകയാണ്. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. രാജാവ് എന്താണ് അത് കേട്ടിട്ട് എന്താ സന്തോഷത്തോടെ ഇങ്ങനെ തലയാട്ടി. സിർ ഹിലാ ദിയ എന്ന് പറഞ്ഞാൽ എന്താ, തലയാട്ടുക. दूसरी ने कहा मैम तुम्हें उतना चाहती हूँ जितने चांद सितारे आसमान में है. അപ്പോൾ ദൂസരീനെ കഹ, രണ്ടാമത്തെ മകളപ്പോൾ എന്ത് പറയാണ്? മേം തുമ്മേം ഉത്തനാ ചാഹത്തി ഹൂ, ഞാൻ എന്താണ് ജിത്തനെ ചാന്ത് സിതാരെ ആസ്മാൻ മേ, അതായത് ആകാശത്തുള്ള ചന്ദ്രനെയും നക്ഷത്രങ്ങളും പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആര് പറയുകയാണ്? രണ്ടാമത്തെ മകൾ പറയുകയാണ്. രാജാ ने खुशी से सिर हिला दिया और तीसरी बेटी की तरफ देखा. അപ്പോൾ രാജാവ് എന്താണ് അത് കേട്ടിട്ട് സന്തോഷത്തോടെ തലയാട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? മൂന്നാമത്തെ മകളുടെ നേരെ നോക്കി. തീസരി ചുപ് ഖടി ഥി. പക്ഷേ എന്താണ്, മൂന്നാമത്തെ മകൾ എന്ത് ചെയ്തു? നിശബ്ദയായിട്ട് നിന്നു. ചുപ് ഖടി എന്ന് പറഞ്ഞാൽ എന്താണ്? നിശബ്ദയായിട്ട്. ചുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിശബ്ദമായിട്ട് നിന്നു. വഹ് ബോലി മാം തുമ്മേം ഖാനെ മേം നമക് ജിത്തന പ്യാർ കർത്തി ഹൂം. എന്നിട്ട് ആ മിണ്ടാൻ നിന്ന് മോളിലുണ്ടല്ലോ മൂന്നാമത്തെ മോള്, അവൾ എന്ത് പറയുകയാണ്? അവൾ പറയുകയാണ് മാം തുമ്മേം ഖാനെ മേം നമക് ജിത്തന പ്യാർ കർത്തി ഹൂം. ഞാൻ എന്താണ് ഭക്ഷണത്തിൽ ഉപ്പുള്ളതുപോലെ, അതായത് ഒരു ഭക്ഷണത്തിൽ ഒരു ഭക്ഷണമായാൽ എന്ത് വേണം? ഉപ്പ് വേണം അല്ലേ. ആ ഉപ്പില്ലാത്ത ഭക്ഷണം നമ്മൾ ആരെങ്കിലും കഴിക്കുമോ? അത് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, ഭക്ഷണത്തിൽ ഉപ്പുള്ളത് എങ്ങനെയാണോ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ സ്ഥാനം എങ്ങനെയാണോ അതുപോലെയാണ് എന്ത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? മൂന്നാമത്തെ മകൾ പറഞ്ഞത്. അടുത്ത പേജ് നോക്കി. കഹാനി ലംബി ചൽത്തി ഹെ. കഥ ഇപ്പോൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. പഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ദ് നഹി മാത. ആദ്യം എന്ത് ചെയ്തു? രാജാവിന് ഈ മറുപടി ഇഷ്ടപ്പെട്ടില്ല. ഈ മൂന്നാമത്തെ മകൾ പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണത്തിൽ ഉപ്പ് എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ മറുപടി ആദ്യം രാജാവിന് എന്താണ് ഇഷ്ടപ്പെട്ടില്ല. पर कहानी के अंत में वह राजा खाने में तथा जीवन में नमक के महत्व को समझ जाता है. पर कहानी के अंत में, എന്നാൽ കഥയുടെ അവസാനം वह राजा खाने में तथा जीवन में नमक के महत्व को समझ जाता है. എന്താണ്, കഥയുടെ അവസാനം ആ രാജാവ് ഭക്ഷണത്തിലും ജീവിതത്തിലും ഉപ്പിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നു. തബ് അപ്നി ചോട്ടി ബേട്ടിക്ക് പ്യാർ കി ഗഹ്റായി കോ സമജ്താ ഹെ. അപ്പോൾ എന്താണ്, തൻ്റെ ഇളയ മകളുടെ സ്നേഹത്തിൻ്റെ ആഴം. ഗഹ്റായി എന്ന് പറഞ്ഞാൽ ആഴം, പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. നമ്മൾ പറഞ്ഞു
എന്താണെന്ന് മുന്നേ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്യാർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹം. അപ്പോൾ തൻ്റെ മകളുടെ സ്നേഹത്തിൻ്റെ ആഴം എങ്ങനെയാണ്, അങ്ങനെയാണ് അയാൾ മനസ്സിലാക്കി. तुम ध्यान से पढ़ो तो पाओगे कि यह कहानी न तो राजा की है न उसकी पसंद की. നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും ഈ കഥ രാജാവിൻ്റേതുമല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റേതുമല്ല. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അതാണ് കേട്ടോ അർത്ഥം. യഹ് കഹാനി ന ഉസ്കി ബേട്ടിയോ കെ ബാരെ മേം ഹെ ന ഉൻകെ കഖ്നെ കെ ബാരെ മേം. ഈ കഥ അദ്ദേഹത്തിൻ്റെ പെൺമക്കളെക്കുറിച്ചുള്ളതുമല്ല അവർ പറഞ്ഞതിനെക്കുറിച്ചുള്ളതുമല്ല. യഹ് നമക് കി കഹാനി ഹെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ഉപ്പിൻ്റെ കഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പിൻ്റെ കഥ എന്താണെന്ന് പഠിക്കാൻ പോവാം. മഹാത്മാഗാന്ധി ने भी एक नमक की कहानी लिखी थी. മഹാത്മാഗാന്ധി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എന്താണ്, നമ്മുടെ രാഷ്ട്രപിതാവാണ്. നമുക്ക് സ്വാതന്ത്ര്യം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നവരിൽ മുൻനിരയിൽ നിന്ന് നയിച്ചുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ നയിച്ച ഒരു കഥയാണ്, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹമാണെന്ന് നമ്മൾ പഠിക്കുന്ന നമക് കി കഥ. അപ്പോൾ എന്താണ്, മഹാത്മാഗാന്ധിയിലേക്ക് നമക് കി കഹാനി ലിഖി थी. മഹാത്മാഗാന്ധിയും ഉപ്പിനെ കുറിച്ചൊരു കഥ എഴുതിയിരുന്നു. വഹ് കഹാനി ഉന്നോനെ ബോൾക്കർ നഹി ലിഖി, വഹ് കഹാനി ഉന്നോനെ ചൽക്കർ ലിഖി थी. പക്ഷേ ഗാന്ധിജി എഴുതിയ ആ ഉപ്പിൻ്റെ കഥയുണ്ടല്ലോ, ആ അദ്ദേഹം എന്താണ് പറഞ്ഞുണ്ടാക്കി എഴുതിയ ഒരു കഥയല്ല. പകരം എന്താണ്, ആ കഥ അദ്ദേഹം നടന്ന് എഴുതിയ ഒരു കഥയാണ്. അത് നിങ്ങൾക്ക് എന്താണ് ഇനി മനസ്സിലാവും. അതായത് ഈ കഥ എഴുതി, അതായത് ഉപ്പിൻ്റെ കഥ അദ്ദേഹം ലിറ്ററലി എഴുതി എന്നല്ല പറയുന്നത്. അദ്ദേഹം എന്താണ് മൈലുകളോളം നടന്ന് ഉപ്പ് സത്യാഗ്രഹം നടത്തി ആ ഒരു ദൗത്യം വിജയിച്ച ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലേഖകൻ എന്തെന്ന് പറയുന്നത്, നടന്നുകൊണ്ട് രചിച്ചൊരു കഥ എന്ന് പറയുന്നത്. അടുത്ത പേജ് നോക്കിയേ. വഹ് കഹാനി ഉന്നോനെ സൗക്കടോ മിൽ ചൽക്കർ ലിഖി थी. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരുപാട് മൈലുകളോളം നടന്ന് രചിച്ച ഒരു കഥ, അല്ലെങ്കിൽ നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ഈ നമക് കി കഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ കഹാനി ഉനോനെ സൗക്കടോ മിൽ ചൽക്കർ ലിഖി थी, അതായത് ഈ കഥ അദ്ദേഹം 100 കണക്കിന് മൈൽ നടന്ന് എഴുതിയതായിരുന്നു. വ ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോ നെ ലിഖി थी. അദ്ദേഹത്തോടൊപ്പം നടന്നിരുന്ന രാജ്യമെമ്പാടുമുള്ള ജനങ്ങളാണ് അത് എഴുതിയത്. അപ്പോൾ എന്താണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഗാന്ധിജി മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം, സാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒപ്പം അല്ലെങ്കിൽ കൂടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അദ്ദേഹത്തിനോടൊപ്പം ഒരു വലിയ ജനതയും ഉണ്ടായിരുന്നു. എന്തിന്, ഈ ഒരു നമക് കി കഥ അല്ലെങ്കിൽ ഒരു ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന വേളയിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ ഒരു രചനയിൽ അല്ലെങ്കിൽ ഒരു നമക് കി കഥയിൽ എന്താണ് എഴുതിയ ആൾക്കാരാണെന്ന് നമുക്ക് പറയാം. അടുത്ത് നോക്കിയേ. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോं द्वारा की जा रही अंधाधुंध लूट से चिंतित थे. എന്താണ്, നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ, അംഗ്രേസോ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ നടത്തുന്ന വിവേചനരഹിതമായിട്ടുള്ള കൊള്ളയിൽ എല്ലാവരും, ഈ ജനങ്ങളെല്ലാവരും ആശങ്കാകുലരായിരുന്നു. ചിന്തിത് എന്ന് പറഞ്ഞാൽ ആശങ്കാകുലർ, ലൂട്ട്സേ ചിന്തിത്, ആശങ്കാകുലരായിരുന്നു. जो हमारे देश को अंग्रेज़ों के चंगुल से छुड़ाना चाहते थे. അപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മുടെ രാജ്യത്തെ, ഈ ജനങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. जिन्होंने भारत देश को नई तरह से चलाने का सपना आँखों में लिया था. അങ്ങനെ എന്ത് ചെയ്തു, ഭാരത രാജ്യത്തെ പുതിയ രീതിയിൽ നയിക്കണമെന്ന സ്വപ്ന എന്ന് പറഞ്ഞാൽ സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചവരായിരുന്നു ആര്, ഈ ജനങ്ങൾ. ഉൻ ദിനോം അംഗ്രേസോं ने भारत में नमक पर टैक्स लगा रखा था. എന്താണ്, ആ കാലത്ത്, ദിനോ എന്ന് പറഞ്ഞാൽ അക്കാലത്ത്
അംഗ്രേസോനെ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇസസെ നമക് ബഹുത് മഹങ്ക ഹോ ഗയാ ഥ. അതുകൊണ്ട് തന്നെ ഉപ്പിന് എന്താണ് വലിയ വില കൂടുതൽ, മഹങ്ക എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ വില കൂടുതൽ ഉണ്ടായിരുന്നു. അംഗ്രേസോനെ ഭാരത് കെ ലോഗോ കോ ഖുദ് നമക് ബനാനെ സെ റോക്ക് രഖാ ഥ. ഇന്ത്യയിലെ ജനങ്ങൾ സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കുന്നത് ഈ ബ്രിട്ടീഷുകാർ തടഞ്ഞിരുന്നു. റോക്ക് രഖ എന്ന് പറഞ്ഞാൽ തടഞ്ഞിരുന്നു. അതുപോലെ എന്താ സ്വന്തമായി, ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം എന്താണ് ഉപ്പുണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാർ തടഞ്ഞിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത ഉസേ സജാ ഹോ സക്തി ഥി. എന്താണ് അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനിക്ക് നമക് ബനാത്ത, ആരെങ്കിലും സ്വന്തം കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കിയാൽ ഉസേ സജാ ഹോ സക്തി ഥി, അവർക്ക് എന്താണ് ശിക്ഷ ലഭിക്കുമായിരുന്നു. गांधी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गाँव चल पड़े. വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിജി തൻ്റെ ചില സഹപ്രവർത്തകരോടൊപ്പം, അതാണ് സാത്തിയോം കെ സാത്ത്, ചില സഹപ്രവർത്തകരോടൊപ്പം അഹമ്മദാബാദിൽ നിന്നും കാൽനടയായി, പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനടയായി എന്നാണ് കേട്ടോ, കാൽനടയായിട്ട് ദണ്ഡി എന്ന കടലോര ഗ്രാമത്തിലേക്ക്, സമുദ്ര കിനാരെ കടലോര ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വേ വഹാം ജാക്കർ സമുദ്ര കെ പാനി സെ ഖുദ് നമക് ബനാക്കർ അംഗ്രേസോം കാ കാലാ കാനൂൻ തോഡ്നാ ചാഹത്തെ ഥേ. അവിടെ എത്തി കടൽ വെള്ളത്തിൽ നിന്ന് സ്വന്തമായി, ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തമായി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരിനിയമം, കാനൂൻ എന്ന് പറഞ്ഞാൽ കരിനിയമം, കാലാ കാനൂൻ. കാനൂൻ എന്ന് പറഞ്ഞാൽ നിയമമാണ് കേട്ടോ. കാലാ കാനൂൻ എന്ന് പറഞ്ഞാൽ കരിനിയമം. ചോഡ്നാ ചാത്തേതി, കരിനിയമം ലംഘിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. ഗാന്ധിജി 3 ഹഫ്തോം സേ ഭി അധിക് പൈദൽ ചലത്തെ രഹെ. ഗാന്ധിജി 3 ആഴ്ചയിലേറെയായി കാൽനടയാത്ര തുടർന്നു. 3 ഹഫ്തേ എന്ന് പറഞ്ഞാൽ 3 ആഴ്ചയാണ് കേട്ടോ. 3 ആഴ്ചയിലേറെ അദ്ദേഹം എന്ത് ചെയ്തു, കാൽനടയാത്ര തുടർന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആക്കർ ജൂട്ടെ ഗയേ. അദ്ദേഹത്തോടൊപ്പം രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എന്ത് ചെയ്തു, വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. ഇസ് തരഹ് ജബ് വേ ദാണ്ഡി പഹുഞ്ചെ ഉൻകെ സാത്ത് ഹസാരോം ലോഗ് ഥേ. അങ്ങനെ അവർ ദണ്ഡിയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു, ആയിരക്കണക്കിന് ആളുകൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു, ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നു. ജോ സമുദ്ര കെ പാനി മേം ഖുലെ നമക് കോ ബാഹർ ലാക്കർ അംഗ്രേസോം കാ കാനൂൻ തോഡ്നാ ചാഹത്തെ ഥേ. എന്ത് ചെയ്യാനാണ്, കടൽ വെള്ളത്തിൽ നിന്ന് അലിഞ്ഞ് ചേർന്ന ഉപ്പ് പുറത്തെടുത്ത ബ്രിട്ടീഷുകാരുടെ ആ ഒരു നിയമം, കരിനിയമം ലംഘിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു, അപ്പോൾ ആ സമയത്ത് ദണ്ഡിയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. इससे भारत पर अंग्रेज़ों की पकड़े ढीली पड़ती. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ പിടി അയയാനായിട്ട് ഇടയാക്കി. അതായത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യമായിരുന്നല്ലോ ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സത്യാഗ്രഹം, ഈ ഒരു സമരം നടന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ആ ഒരു മേധാവിത്വത്തിൻ്റെ പിടിയിൽ എന്താണ്, ഒരല്പം അയവ് വന്നു. ഠീലി പട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അയവ്, പിടി അയവ്, അയഞ്ഞു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതായത് ആ ഒരു ആധിപത്യം എന്ത് ചെയ്യാൻ തുടങ്ങി, അത്ര കണ്ടങ്ങ് കുറയാനായിട്ട് തുടങ്ങി. റാസ്തേമേം കൈ ഗാവ് പടെ. ഇവരുടെ ഈ ഒരു കാൽനടയാത്രയുള്ള യാത്രക്കിടയിൽ നിരവധി ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത്. രാസ്ത എന്ന് പറഞ്ഞാൽ ഒരു യാത്രാമധ്യേ അല്ലെങ്കിൽ ആ ഒരു വഴി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഗാന്ധിജി और उनके साथी जहाँ भी रुकते गाँव वाले उन्हें पूरे मन से खाना खिलाते. ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും എവിടെ നിന്നാലും ഗ്രാമവാസികൾ എന്ത് ചെയ്യും, അവിടെയുള്ള അല്ലെങ്കിൽ എവിടെ എത്തിച്ചേർന്നാലും ആ ഗ്രാമവാസികൾ അവർക്ക് പൂർണ്ണ മനസ്സോടെ ഭക്ഷണം നൽകിയിരുന്നു. ഒരുപാട് ഗ്രാമങ്ങൾ കടന്നു വേണ്ടേ ഈ സ്ഥലത്തെത്താൻ. അപ്പോൾ അവരെത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു, ഗ്രാമങ്ങളിലുള്ള ഗ്രാമവാസികൾ പൂർണ്ണ മനസ്സോടെ അവരെല്ലാം സ്വീകരിച്ച് ഭക്ഷണം നൽകിയിരുന്നു. वे सभी लोग रात किसी गाँव में काटते और सुबह फिर चल पड़ते थे. അവരെല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആയിരിക്കും രാത്രി തങ്ങുന്നത്, എന്നിട്ട് രാവിലെ വീണ്ടും അവരുടെ യാത്ര തുടങ്ങും. दांडी पहुँचते ही सभी को समुद्र का आसमान एक फैला विस्तार दिखा.
ദണ്ഡിയിലെത്തിയ ഉടൻ തന്നെ എല്ലാവർക്കും ആകാശം വരെ പരന്നു കിടക്കുന്ന കടലിൻ്റെ ആ ഒരു വിസ്തൃതി കാണാനായിട്ട് കഴിഞ്ഞു. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം കേട്ടോ. ലഹരയും ദിഖി, തിരമാലകൾ കണ്ടു. ലഹരയും എന്ന് പറഞ്ഞാൽ തിരമാലകൾ. ലഹരോ മേ ചമക്കത്ത സൂരജ് ദിഖ, തിരമാലകൾക്കിടയിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. ചമക്കത്ത എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, സൂരജ് ദിഖ സൂര്യനെ കണ്ടു. കിനാരേക്ക് ഗഡോമേ नमक से गाढ़ा हुआ पानी और अपनी आप बना नमक दिखा, തീരത്തെ കുഴികളിൽ, ഗഡോം എന്ന് പറഞ്ഞാൽ കുഴികളിൽ, കുഴിയാണ് കേട്ടോ, കുഴികളിൽ ഉപ്പ് കൊണ്ട് കട്ടിയായിട്ടുള്ള വെള്ളം, ഗാഠ എന്ന് പറഞ്ഞാൽ ഗാഠാ ഹുവ പാനി എന്ന് പറഞ്ഞാൽ ഉപ്പ് കൊണ്ട് എന്താണ് കട്ടിയായിട്ടുള്ള വെള്ളത്തിനെയാണ് പറയുന്നത്. അപ്പോൾ ആ കട്ടിയായിട്ടുള്ള വെള്ളവും സ്വാഭാവികമായിട്ട് ഉണ്ടായ ഉപ്പും കാണപ്പെട്ടു. അങ്ങനെ എന്താണ്, ആ കുഴികളിൽ ഉപ്പ് കൊണ്ട് കട്ടിയായ വെള്ളവും തന്നെ ഉണ്ടായ ഉപ്പും കാണപ്പെട്ടു. उन सभी को गांधी जी ने हम लाकर पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. ഇവരെ എല്ലാവരെയും ഇവിടെ എത്തിച്ച് ഗാന്ധിജി രാജ്യത്തിന് മുഴുവൻ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം നേടാനുള്ള വഴി കാണിച്ചു കൊടുത്തു. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. हमारे दोस्त और कहानीकार आनंद मूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया, उन्होंने देश के आवास होने का रास्ता खोल दिया. എന്നാണ് നമ്മുടെ സുഹൃത്തും കഥാകൃത്തുമായ അനന്തമൂർത്തി പറഞ്ഞിരുന്നത്. ഗാന്ധിജി കടൽ തീരത്ത് വെച്ച് ഗാന്ധിജി എന്താണ് കൈകളിൽ ഒരു പിടി ഉപ്പ് എടുത്തപ്പോൾ, ഹാത്തമേ മുട്ടിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, മുട്ടിപ്പർ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പിടി ഉപ്പ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്താണ് തുറന്നു എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കഥാകൃത്തും സുഹൃത്തുമായിരുന്ന അനന്തമൂർത്തി അഭിപ്രായപ്പെട്ടതാണ് കേട്ടോ. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. 17 വർഷങ്ങൾക്ക് ശേഷം രാജ്യം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു, ആ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വാതന്ത്ര്യം നേടി. इस कहानी में और भी कई भीतरी घुमाव है. ഈ കഥയിൽ മറ്റ് പല ഉൾപ്പിരിവുകളുമുണ്ട്. തും വഹ് സബ് ഖുദ് ഖോജോ, അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തൂ. ഖുദ് എഹ് ഖോജോ കി ഹം കിൻ കിൻ രാസ്തോं से अंग्रेजों की चंगुल से छूटे थे. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും നാം എങ്ങനെ ഏതെല്ലാം വഴികളിലൂടെയാണ് മോചിതരായത് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തൂ എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ലേഖകൻ പറയുന്നത്. ആരാണ് ലേഖകൻ? ഉദയൻ വാജ്പേയി. അപ്പോൾ ഉദയൻ വാജ്പേയി എഴുതിയ നല്ലൊരു കഥയാണ് നമക്കി കഥ, അല്ലെ ഗാന്ധിജിക്ക് നമക്കി കഥ എന്ന് പറയുന്നത്. ഇതെന്താണ്, യഥാർത്ഥത്തിൽ നടന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ ഒരു ഏടാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതെന്താണ്, അദ്ദേഹം നടന്ന് രചിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം നടന്നുകൊണ്ട് അങ്ങനെ എഴുതിയെന്നല്ല കേട്ടോ, അദ്ദേഹം നടന്ന് നേടിയ ഒരു ചരിത്ര വിജയമാണ് ഈ നമക്കി കഥ, അല്ലെങ്കിൽ ഉപ്പിൻ്റെ കഥ, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വളരെ നല്ല, എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ കൂടിയാണിത്. അപ്പോൾ ഈ നമക്കി കഥ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.